ഭയങ്കര ഒരു one second, you have to move. No. 100. He's the hero. How is the movie now? Excitement. എനിക്കിപ്പോ ഒരു ചെറിയ ഡിസപ്പോയിന്റ്മെന്റ്. ശരിക്കും തമിഴിൽ അങ്ങനെ ഇടുവോ? ഇല്ല, സ്റ്റോറിനേക്കാൾ ഉപരിയായിട്ട് സിനിമ അതല്ല എന്ന് മാനദണ്ഡം. ഞങ്ങൾ അങ്ങനെ ഒരു 100 CR ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന്റെ ബെനിഫിറ്റ് ആയിട്ടാണ് ഈ പറയുന്ന 100 CR ഒക്കെ വരുന്നത്. അതിന് സന്തോഷം. ഈ ലാലേട്ടൻ ഫാൻ ബോയ് ആദ്യമായിട്ടൊരു നല്ലൊരു സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിച്ചതിന്റെ ഒരു മൊമെന്റ് നമ്മൾ ഒരുപാട് ലാലേട്ടൻ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിലുപരി ഒരു ലാലേട്ടന്റെ പഴയ സിനിമകൾ ഭ്രമരം, രസതന്ത്രം എല്ലാം മിക്സ് ചെയ്തിട്ടൊരു എന്താ പറയാ, അങ്ങനെ മിക്സ് അല്ല. ഞാൻ എനിക്ക് ആ സ്ക്രിപ്റ്റ് രഞ്ജനാണ് ആദ്യം ഉണ്ടെങ്കിൽ ഇത് പറയുന്നത്. അപ്പം ആദ്യം ഞാൻ എൻ്റെ ഫസ്റ്റ് ഹാഫാണ് കേൾക്കുന്നത്. ആ മൊമെന്റിൽ തന്നെ ഒരു കോമൺ മാൻ ഫാക്ടർ അല്ലെങ്കിൽ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ടാലന്റ് എലിമെന്റുകൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിങ്സ്, അപ്പം അതാണ് ആദ്യമേ ഇൻട്രസ്റ്റിംഗ് ആയത്. പിന്നെ അതങ്ങനെ ഫാൻ ബോയ്സ് ആണ് എല്ലാവരും. ഈ പറയുന്നത് നമ്മളിപ്പം സിനിമ കാണാൻ വരുന്നവരും പോകുന്നവരും ഒക്കെ ലാലേട്ടൻ ഫാൻസ് ആണ്. അപ്പം ഞാനും അതുപോലെ തന്നെ നമ്മളും സിനിമ ലാലേട്ടനെ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റി. അത് എനിക്കറിയില്ല ഇനി അങ്ങനെ സിനിമ ചെയ്യാമെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, അല്ല അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിലങ്ങനെയൊക്കെ ചേർക്കാനുള്ള എല്ലാ ചേരുവകളും വന്ന് വീണു. അത് പലതും ഓൺ സ്പോട്ടിൽ സംഭവിച്ച കാര്യങ്ങളുണ്ട്, സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഉണ്ടായ കാര്യങ്ങളുണ്ട്, ലാസ്റ്റ് മിനിറ്റിലുണ്ടായ കാര്യങ്ങളുണ്ട്, ഡബിലുണ്ടായ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് തന്നെ എല്ലാം കൂടി ചേർന്നൊരു മാജിക് സംഭവിച്ചു. ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. പഴയ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്നതിന് അങ്ങനത്തെ ഒരു എനിക്കെന്നല്ല, അത് എനിക്ക് എന്നേക്കാൾ കൂടുതൽ ആ താങ്ക് യു അർഹതപ്പെടുന്നത് എൻ്റെ നിർമ്മാതാവിനും ഇത് ഇത്രയും നാള് ഒരു 12 വർഷത്തോളം ഈ തിരക്കഥയായിട്ട് കാത്തിരുന്ന സുനിലേട്ടനുമാണ് എൻ്റെ യഥാർത്ഥ താങ്ക് യു അറിയിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലാപ്പിൽ കയറി വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന എന്താ പറയുക, സ്നേഹത്തിനെയും കരുതനേക്കാൾ കൂടുതൽ ഇവർ അത്രയും വർഷം അത് കാത്തു സൂക്ഷിച്ചു വെച്ചു. അത് ആ സിനിമയോടുള്ള ആഗ്രഹം വിടാതെ വെച്ചു. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ ലാലേട്ടൻ്റെ ഒരു കഥ പറഞ്ഞിട്ട് ഏതാണ്ട് 10 വർഷത്തോളമായി. 10 വർഷം ലാലേട്ടൻ അടക്കമുള്ളവർ ഈ സിനിമക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ കാത്തു വെച്ചത് കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറയുന്ന നന്ദിനേക്കാൾ ഉപരിയായിട്ട് അവരോടാണ് നന്ദി പറയേണ്ടത്. കുറച്ച് ഇന്റർവ്യൂസിൽ കണ്ടായിരുന്നു ലാലേട്ടന്റെ അഭിനയം കണ്ടിട്ട് തട്ടുപോലും പിടിക്കാണ്ട് നോക്കിയിരുന്നു. അതൊരു നിങ്ങൾക്ക് ഇപ്പം സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ആ സീക്വൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം. അതിപ്പോൾ ഞാനത് പറയുന്നില്ല, സിനിമ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിൽ ഇന്ന സീനുകളാണെന്ന് ടെക്നീഷ്യൻസ് തന്നെ വന്ന് പറയുന്നതോട് എനിക്ക് എതിരഭിപ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അതെ പല സീക്വൻസുകളും ലാലേട്ടൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ എന്നുള്ളതല്ല, ആ സിനിമയിലുള്ള എല്ലാ ആക്ടേഴ്സും അതിനുവേണ്ടി ഭയങ്കരമായൊരു എന്നെ എക്സൈറ്റ് ചെയ്യിച്ച മൊമെന്റുകളൊക്കെ ആ സിനിമയിലുണ്ട്. എസ്പെഷ്യലി ആസ് എ ഫാൻ ബോയ്, ആസ് എ ഡയറക്ടർ, ലാൽ സാർ അങ്ങനെ ചില ഏരിയാസിൽ നമുക്ക് ഭയങ്കരമായ ഗൂസ്ബം ഓൺ സെറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. 100 കോടിയോടൊപ്പം ഒരു പാട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഡാൻസ് ആ സമയമായപ്പോഴത്തേക്കും പിന്നെ ബൃന്ദ മാസ്റ്റർ തരം ചെയ്യ് എന്ന് പറഞ്ഞാണ്. അതും പ്ലാൻഡ് അല്ല. ഫസ്റ്റ് ദിവസം ഷൂട്ടിലേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഐഡിയ ഇല്ലായിരുന്നു. രണ്ടാമത് ദിവസം രാവിലെ വന്നപ്പോഴത്തേക്കും ബൃന്ദ മാസ്റ്റർ പറഞ്ഞാണ് തരം നമുക്ക് കയറി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മാസ്റ്റർ തന്നൊരു ധൈര്യത്തിന് പുറത്ത് പിന്നെ ഒരു അവസരമല്ല ലാലേട്ടനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന അവസരം മിസ്സാക്കണ്ടെന്ന് എൻ്റെ ഫാൻ ബോയ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലാലേട്ടന്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് എടുത്ത് പറയുന്ന ഒരു കാര്യമായിരുന്നു വില്ലൻ കഥാപാത്രം ചെയ്ത പ്രകാശ് വർമ്മയുടെ ഒരു ക്യാരക്ടർ. ഈ കഥാപാത്രം ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കാസ്റ്റിംഗിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു മൊമെന്റ് എങ്ങനെയാണ്? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു ആക്ടർ വേണമെന്നുണ്ടായിരുന്നു. അതായത് സ്ഥിരമായിട്ട് കാണുന്ന വില്ലൻ വേഷങ്ങൾ ചെയ്യുന്ന ആക്ടേഴ്സ് അല്ലാണ്ട് ആളുകൾക്ക് തീരെ പിടികൊടുത്ത ഒരു ആക്ടർ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ കോൺട്രാക്റ്റുകൾ ഇപ്പം ബിനു അങ്ങനെയുള്ള രണ്ടാളുകളൊക്കെ വന്ന് നിൽക്കുമ്പോൾ വിഷ്വലി ഉള്ളൊരു ഇമാജിനറിയും കൂടി ആലോചിച്ചപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര കഷണ്ടിയുള്ള ഒരാൾ, നല്ല കട്ടി മീശയുള്ള ആൾ, ഒരു ഫിസിക്കായിട്ടൊരാൾ എന്നൊക്കെ പറയുന്ന ഐഡിയാസ് ഉണ്ടായിരുന്നു. ഒന്നല്ലെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര അൺഹെൽത്തി ആയിട്ടൊരാൾ. ഈ 2 കാറ്റഗറിയിലുള്ള അന്വേഷണങ്ങൾ അവസാനമാണ് പ്രകാശ് വർമ്മയുടെ ഫോട്ടോ തന്നെ സുനിലേട്ടനാണ് കാണിച്ചത്. ഇങ്ങനെ ആളുണ്ട്, അഭിനയിക്കുമെന്ന് അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രേറ്റ് ഫാൻ ഓഫ് പ്രകാശ് വർമ്മ. നിർമ്മാണയുടെ ആർട്സൊക്കെ നമ്മളെപ്പോഴും പുതിയ പുതിയ ക്രിയേറ്റീവ് തോട്ട്സിൽ കാണുന്ന അഡ്വർടൈസ്മെന്റ്. അങ്ങനെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു എനിക്ക് തരണം, എന്നെ ഓഡീഷൻ ചെയ്യണമെന്ന് പറഞ്ഞു.
സ്ക്രീൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, കോസ്റ്റ്യൂം ട്രയൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ പ്രോസസ്സിലൂടെയും ഒരു ന്യൂ കമ്മർ പോലെ അദ്ദേഹം കടന്നുപോയി. എനിക്കും അദ്ദേഹത്തിനും ഒരു സ്റ്റേജ് എത്തിയപ്പം യെസ്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോർജിന് രണ്ടുപേർക്കും മനസ്സിലായപ്പോൾ, രണ്ടുപേരും ഡയറക്ടേഴ്സാണ്, രണ്ടുപേർക്കും ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഇതുപോലെ തന്നെ ഈ പറയുന്ന ഓൺ സ്പോട്ടിൽ ഷോട്ടിന് മുന്നേ ഉള്ള ചില ഫീഡിങ്സുകളിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ പൂർണ്ണമായിട്ട് തന്നെ അദ്ദേഹം കേൾക്കാൻ തയ്യാറായിരുന്നു. അദ്ദേഹം ഒരു വലിയ ഡയറക്ടറാണെന്നോ പിന്നെ ലെജൻഡറി ഇത്ര അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ടുണ്ടെന്നോ ഒന്നും നോക്കാണ്ട് എനിക്കൊപ്പം വന്ന് നിന്ന് ഞാൻ പറയുന്നത് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് ആ മനസ്സ്, വലിയ മനസ്സ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇതിനകത്ത് നമ്മുടെ അച്ഛൻ്റെ ഒരു സീനുണ്ട്, ലാലേട്ടനെ കൈ പിടിച്ചിട്ട് ഒരു സീൻ, കോമ്പിനേഷൻ സീൻ. അത് ശരിക്കും ചെയ്യുമ്പോൾ ലാലേട്ടൻ്റെ മനസ്സിലെന്തായിരുന്നു? ഫോൺ നേരിട്ട് കാണുമ്പോൾ ഒരു അനുഭവം ഉണ്ടായിരുന്നു? സന്തോഷം. കാരണം എന്നെ പോലെ തന്നെ ഒരു വലിയ മോഹൻലാൽ ഫാനാണ് അച്ഛൻ. അപ്പം എന്താ പറയുക, അച്ഛനങ്ങനെ എഴുതിയപ്പം തന്നെ അച്ഛനാണ് ആ വേഷം ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം പിന്നെ അതൊരു കോമ്പിനേഷൻ സീൻ വരും എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. അപ്പം അത് അങ്ങനെ ഒരു കോമ്പിനേഷൻ കൈ പിടിച്ച് നടക്കാൻ പറ്റി. അല്ലെങ്കിൽ ലാലേട്ടനുമായിട്ടൊരു ഡയലോഗോ ഡെലിവറി, അത് തിയേറ്ററിൽ ആ സീനിന് ആളുകൾ ചിരിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഒരു സന്തോഷം. സാധിക്കാതെ പോയ ഒരു സംഭവം കൊടുത്തു തോന്നുന്നുണ്ട്. അച്ഛനങ്ങനെ അഭിനയിക്കാൻ നടന്ന ആളൊന്നുമല്ല. അച്ഛനങ്ങനെ ഞാനാണ് അഭിനയിക്കാൻ നടന്നതാണ്. അച്ഛനങ്ങനെ യാതൊരു രീതിയിൽ അഭിനയിക്കാൻ നടന്ന ഒരാളെ അല്ല. അച്ഛന് എന്താ, ഞാൻ എഴുതുന്ന തിരക്കഥയ്ക്കൊക്കെ ഒപ്പം എല്ലാം വായിച്ച അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാണ്. അങ്ങനെ വന്നതാണ്. 100 കോടി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതൊക്കെ ഒരു മാർക്കറ്റിംഗ് ടൂൾ മാത്രമേ ഉള്ളൂ. ഇതിൽ സിനിമ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഞങ്ങൾ ചെയ്തു, അത് നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങൾ ആ സ്നേഹം അറിയുന്നവർ. 100 കോടി എനിക്ക് കോടികളൊന്നും അല്ല എൻ്റെ ലക്ഷ്യം. പ്രേക്ഷകർ സിനിമ ഇഷ്ടപ്പെടുക, പ്രേക്ഷകർക്ക് വേണ്ട സിനിമ നൽകുക. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ലാലേട്ടൻ നന്നായിരിക്കുന്നു, ശോഭന നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ തരുൺമൂർത്തിയുടെ സംവിധാനം, എല്ലാവരും, പ്രകാശ് വർമ്മ നന്നായിരിക്കുന്നു പറഞ്ഞാൽ എല്ലാ വിഭാഗവും, എല്ലാ ടെക്നീഷ്യന്മാരും, എല്ലാവരും ഇതിൽ പങ്കെടുത്ത മുഴുവൻ പേരും നന്നായിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ആ കാര്യം പറയുന്നത് നന്നായിരിക്കും. അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ആ സന്തോഷം ഇതിനകത്ത് സാമ്പത്തിക ലാഭമല്ല. ഞാൻ സിനിമ എടുത്തിട്ടുള്ള ഒരു സിനിമകളെ വെച്ച് നിങ്ങൾ നോക്കി അറിയാം, എനിക്ക് ഏറ്റവും പ്രേക്ഷകർ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ ലോട്ടറി. ഈ നമ്മളുടെ ലാലേട്ടൻ്റെ പഴയ ഒരു നൊസ്റ്റാൾജിക് ലാലേട്ടനെ നമ്മൾ ഒരുപാട് നാളെ മിസ് ചെയ്യുന്ന പ്രേക്ഷകരുടെ ഒരു ഇതുണ്ടായിരുന്നു. നമുക്ക് തുടരില്ല, അത് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു അതെന്താ വെച്ചാൽ, അത് നിങ്ങൾക്ക് പറയുമ്പോൾ പലരും പറയാത്തതുണ്ടായിരിക്കും. ഈ കഥ ലാലേട്ടൻ ഞങ്ങൾ തമ്മിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ അന്ന് തന്മൂർത്തി ആയിരുന്നില്ല, പക്ഷെ ആ സമയത്ത് ഇത് 12 വർഷം മുമ്പ് ചേട്ടനും ഞാനും ഞങ്ങൾ സ്കെയർസണിലാണ് എൻ്റെ കഥ. അന്ന് ഇത് ഓക്കെ പറഞ്ഞ സബ്ജക്റ്റാണ്. അന്ന് മുതൽ ഇത് ഇത്രമാത്രം പല പ്രാവശ്യം എനിക്ക് ഈ വർഷങ്ങളുടെ ഒരു പഴക്കം ഇതിൽ തോന്നുന്നില്ലല്ലോ. അതാണ് അതിന് സത്യം. അപ്പോൾ നിങ്ങൾ പറയുന്ന പഴയ ലാലേട്ടൻ, അന്നേ പഴയ ലാലേട്ടൻ ഉണ്ട് സിനിമയിൽ. പഴയ ലാലേട്ടൻ തന്നെയാണ്. കാരണം ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് നല്ല സിനിമകൾ കിട്ടുക, അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് കിട്ടുക, അദ്ദേഹത്തെ കുറിച്ച് എന്താ പറയണ്ടേ. പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമല്ലേ. അപ്പം അങ്ങനെ ഇന്ത്യയുടെ അഭിമാനമായ ഒരാൾ തകർക്കാൻ ഇവിടെ നിൽക്കുകയല്ലേ. അതപ്പോൾ അതിന് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ലല്ലോ. പക്ഷെ ഇത് സിനിമയിൽ അദ്ദേഹം ഓരോ കണ്ണുകൾക്ക് പോലും ഒരു പല കാര്യങ്ങളും പറയാനുണ്ട്. ഒന്നൊരു നോട്ടത്തിൽ വരെയുണ്ട്. അങ്ങനെ നോട്ടങ്ങളിലായാലും എല്ലാ സ്ഥലത്തായാലും ഇത്രയും നന്നായി ഇത് ചെയ്യാൻ സാധിച്ചു. അത് എല്ലാത്തരം ആളുകളെ ഇഷ്ടപ്പെടുന്ന, ചെറിയ കുട്ടി മുതൽ വലിയ ആളുകൾ വരെയുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. അതൊരു അഭിമാനമായി കാണുന്നു. എനിക്കും എൻ്റെ ബാനറിനും ഈ സിനിമ എന്നും ആളുടെ മനസ്സിൽ നിലനിർത്താൻ കഴിയുന്ന ഒരു സിനിമയാക്കി മാറ്റാൻ സാധിച്ചതിൽ സന്തോഷം. ഇന്നത്തെ കാലത്ത് ഈ പ്രൊമോഷന്റെ ഇത് ഭയങ്കര ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ തുടരും സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു രീതിയിലും പ്രൊമോഷൻ എന്നുള്ളൊരു, തരുൺമൂർത്തി ഇന്റർവ്യൂ കൊടുത്തെങ്കിൽ പോലും ഒരു രീതിയിലൊരു പ്രൊമോഷൻ ആരും ഇല്ലായിരുന്നല്ലോ. ഞാനോ ഞങ്ങളുടെ ക്രൂ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്തുകൊണ്ടായിരുന്നു? അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. കാരണം ആ സമയം പ്രൊമോഷന് വേണ്ടി കളയുന്ന സമയം പോലും സിനിമ നന്നാക്കിയാൽ സിനിമ സംസാരിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. നിങ്ങളിപ്പോൾ സിനിമ കണ്ടതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞാൽ ഇത് അഹങ്കാരമാകും. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഇത് സിനിമ സംസാരിക്കണം, സിനിമ നന്നാക്കണം, അതിനു വേണ്ടി ഒരു കോംപ്രമൈസും ചെയ്യാതെ എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ആ ഇറങ്ങുമ്പോൾ പ്രേക്ഷകർ, നിങ്ങൾ തീരുമാനിക്കും ഇത് വേണോ വേണ്ടായിരുന്നു. നിങ്ങൾ തീരുമാനിച്ചു നല്ലതാണെന്ന് നിങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രൊമോഷൻ നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റിയാണ്. ഇപ്പോൾ ഈ ലാലേട്ടൻ്റെ ആറാട്ടായിട്ട് കൂട്ടാൻ പറ്റും മൊത്തത്തിൽ.
അപ്പൊ ഈ രജതപുത്രയുടെ ഒരു കീഴിലാണല്ലോ സിനിമ വന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? അല്ല, രജപുത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനും വളരെ വർഷങ്ങളായിട്ട് എൻ്റെ 35ാമത്തെ വർഷമാണ്. ഞാൻ 35 വർഷമായിട്ട് നമ്മൾ സിനിമ എടുക്കുമ്പോൾ നല്ല സിനിമകൾ എടുക്കാൻ പരാജയപ്പെട്ട സിനിമകളൊക്കെ ഉണ്ട്. പക്ഷെ മാക്സിമം ശ്രമിക്കും. അല്ലാതെ എനിക്ക് അതിനകത്ത് പെട്ടെന്നൊരു ഉപേക്ഷിച്ച് അങ്ങനല്ല. നമ്മളെന്താ വെച്ചാൽ എല്ലാവരും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നവരാണ് പ്രേക്ഷകർ കാണാൻ വരുന്നത്. അവർ ഒരു മനസ്സോടെ ഒരു സിനിമ കണ്ടിട്ട് നന്നായി എന്ന് പറയുമ്പോൾ കിട്ടുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ചില മോശം സിനിമകൾ ചെയ്യുമ്പോൾ നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ അത് ഉൾക്കൊള്ളണം. കാരണം അവരൊരിക്കലും നമ്മളെ പറയാതിരിക്കില്ല. കാരണം അവർ ഒരുപാട് പ്രയത്നിച്ചുണ്ടാകുന്ന കാശിനാണ് സിനിമ കാണുന്നത്. അപ്പം അത്തരം സിനിമകൾ കാണാൻ വേണ്ടി വരുമ്പോൾ അവരോട് നീതി പുലർത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഈ സിനിമ നോക്കിയിട്ടുണ്ട്. അത് മുൻകാല സിനിമകൾ നിങ്ങൾ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ഒരു 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 നമ്മൾ നമ്മുടേതായ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ബാനർ വാല്യൂടെ നമ്മൾ നോക്കുമല്ലോ. കാരണം ഒരുപാട് സിനിമകൾ എടുക്കാന്നുള്ളതല്ല, എടുക്കുന്ന സിനിമകൾ കൂടുതൽ ആളുകൾ എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ നോക്കത്തുള്ളൂ. ചേട്ടാ, ഇതേപോലെ ഈ എമ്പുരാന് ഭയങ്കര വിവാദമായിട്ട് ലാലേട്ടൻ ഒരുപാട് ആൾക്കാർ ക്രൂശിച്ചും അല്ലെങ്കിൽ ചർച്ച വന്നിട്ടു. പക്ഷെ അത് തിരിച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു ഭയങ്കരമായിട്ട് മറുപടി ലാലേട്ടൻ കൊടുത്തു എന്നൊരു പോസ്റ്റർ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ തിരനോട്ടം ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ 47 വർഷമായി ചേട്ടനോടുണ്ട്. ഇവിടെ ഇരിക്കുന്ന മലയാളികൾ ആർക്കെങ്കിലും ഒരു ദിവസം കൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്ന ആളാണോ മോഹൻലാൽ? അല്ല. കാരണം ഇനി നിങ്ങൾ ആ ചരിത്രം നോക്കിയാൽ അറിയാം. ഈ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള എത്രയോ സിനിമകൾ അദ്ദേഹത്തിന് ഏത് സിനിമയെക്കുറിച്ചും വിവാദങ്ങളോ എല്ലാം ഉണ്ടാകാം. പക്ഷേ അതിനകത്ത് ഒരു ദിവസം മതി തിരിച്ചു വരാൻ. അതെന്ന് വെച്ചാൽ എമ്പുരാൻ ഇവിടെ കേരളം കണ്ട ഏറ്റവും വലിയ കളക്ഷൻ നേടിയില്ലേ. അപ്പം നമുക്ക് അദ്ദേഹത്തെ കാണാൻ ആളില്ലേ ഇവിടെ. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലതൊക്കെ പറയുമെങ്കിലും ഞാനതൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം മികച്ച ആക്ടർ എന്ന നിലയിൽ നമ്മൾ ഈ സമയങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുക, ലൊക്കേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ അദ്ദേഹത്തിൻ്റെ കണ്ണുകളും കാര്യങ്ങളും ഒരു അത്ഭുതപ്പെടുത്തുന്ന നടനെന്ന് പറയുന്നത്. ഞാൻ അതിനു മുമ്പ് എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പം ഇത് മോഹൻലാൽ അല്ലാതെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ അതിനു മുമ്പേ പറഞ്ഞു. ശരിയാണല്ലോ, അത് നിങ്ങൾ കണ്ടപ്പോഴും പറഞ്ഞില്ലേ, അതാണ് മോഹൻലാൽ. ഈ തുടരും സിനിമയ്ക്ക് അതൊരു പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ 100 കോടി ആകുമെന്ന് ഒന്നും വെച്ചിട്ടല്ലല്ലോ. നമ്മൾ അന്നേ ഈ സിനിമയിൽ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പാട്ടെടുത്ത് വയ്ക്കുന്നത്. ഇത് ഒരു പാട്ടെടുത്ത് വയ്ക്കുമ്പോൾ അത് അഹങ്കാരമാണ് ആയിപ്പോവും അങ്ങനെ. പക്ഷേ അന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഓടും അങ്ങനെ ഒരു വിശ്വാസമൊക്കെ ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് എല്ലാവരും കൂടെ തോന്നിയിട്ടാണ് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു സോങ് എടുത്ത് വെച്ചു. ആ പ്രൊമോഷൻ സോങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രൊമോഷൻ വേണ്ടാത്തപ്പോഴും ആ പ്രൊമോഷൻ സോങ് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊരു സന്തോഷമാണ്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ കുറേ കാലമായില്ലേ ലാലേട്ടനൊക്കെ കണ്ടിട്ട്, അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ. കാരണം വെച്ചാൽ എല്ലാവരും മോഹൻലാൽ, ശോഭന, MG ശ്രീകുമാർ, പിന്നെ ജെയ്ക്സിൻ്റെ മനോഹരമായ അതിനകത്ത് ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അന്നേ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു സന്തോഷമായി കണ്ടാൽ മതി. സെലിബ്രിറ്റി കഴിഞ്ഞ് ലാലേട്ടൻ ഞങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് എപ്പോഴാണ് വരുന്നത്? ചേട്ടൻ ഇപ്പൊ വരികയല്ലേ, ഉടനെ വരികയല്ലേ. തുടരും സിനിമയ്ക്ക് 2ാം ഭാഗം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? അങ്ങനൊന്നും ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടില്ല. അല്ല, ലാസ്റ്റ് എൻഡില് പറയുന്നുണ്ടല്ലോ. അത് ഞങ്ങൾ പറഞ്ഞത് ഒന്നാണ്, വലിയ വലിപ്പത്തിൽ എഴുതി കാണിച്ചത് മോഹൻലാൽ തുടരും. അതാണ് മോഹൻലാൽ തുടരുന്നതാണ്. മോഹൻലാൽ തുടരും, അതാണ് സിനിമ. എല്ലാവിധ ആശംസകളും. മലയാളത്തിലെ ആദ്യത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് തുടരും മാറുമോ? എനിക്കറിയില്ല. അത് പ്രേക്ഷകർ ഇനിയും കണ്ടുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അയക്കും. ഓക്കെ.